welcome back to another vlog. അങ്ങനെ ഗൈസ് നമുക്കിത് അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. ലോഡ് എടുക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് ആദ്യത്തെ റോഡ് നമുക്ക് അമ്പാൽ നഗറിൽ നിന്ന് മുഖപ്പേരിലേക്കാണ്. ഇപ്പോൾ ലോഡ് എടുക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കട്ടങ്ങളിലുള്ള തിരക്കാണ് ഈ കണ്ടത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി ഗൈസ്. ലോഡൊക്കെ കയറ്റി നമ്മൾ ഇപ്പോൾ മുഖപ്പേർ അമ്പത്തൂരിലേക്ക് വാണകരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാണകരത്തിലാണ് നമ്മുടെ റോഡ് ഇറക്കേണ്ടത്. അപ്പോൾ ഡീസലടിക്കണം. ഷെല്ലിൽ കയറ്റിയിട്ട് ഡീസലടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ ലക്ഷ്യ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് മെട്രോ KK നഗർ മെട്രോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് വീർക്കമ്പാക്കം. ഇപ്പോൾ മെട്രോയുടെ വർക്കൊക്കെ നോർമലായിട്ട് ഇവിടെ ഭയങ്കര സ്പീഡിൽ തന്നെയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2026 ആകുമ്പോഴേക്കും ഇതിൽ തീർക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി. നമ്മൾ ഇനി ഇവിടുന്ന് റൈറ്റ് എടുത്ത് ഇറക്കേണ്ട സ്ഥലത്തേക്കൊക്കെ എത്താറായി തുടങ്ങി. ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലെഫ്റ്റ് ഈ മണ്ണിട്ട വഴിയിൽ പോയിട്ടാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. ബൈക്ക് വരുന്നുണ്ടോ? അപ്പോൾ നമുക്കത് ലോഡ് ഇറക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ ലോഡ് ഇറക്കി അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി നമ്മൾ ഇവിടെ വാണകരം ഇത് മധുരവായിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മധുരവായിൽ നിന്നാണ് നമുക്ക് അടുത്ത ലോഡ്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി നമ്മളിപ്പോൾ അമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സർവീസ് റോഡിൽ പോയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബൈപ്പാസിൽ കയറണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബൈപ്പാസിലേക്ക് കയറുകയാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 12:15 ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ അമ്പത്തൂർ എത്തി. ഇവിടെ നിന്ന് U-ടേൺ എടുത്ത് അടുത്ത ലെഫ്റ്റ് എടുത്ത് പോകണം നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം. അപ്പോൾ ഇനി ആകെ ഒരു 1.5 കിലോമീറ്റർ നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. ഇനിയിപ്പോൾ അത് ഇറക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അമ്പത്തൂരിൽ നിന്ന് നമുക്ക് തിരുമുടി വാക്കത്തേക്കാണ്. അപ്പോൾ ലോഡൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. ലോഡ് കയറ്റി ബില്ല് അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിടാം. അപ്പോൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ബില്ല് റിസീവ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് 18-19 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. പായ്യമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ തിരുവരുക്കാട് വരയ്ക്കും നമ്മൾ ഈ ഇടവഴിക്കൂടിയാണ് പോകുന്നത്. മെയിനിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ബൈപ്പാസിലൊന്ന് കയറിയിട്ടുണ്ട്. ബൈപ്പാസിലൊക്കെ കയറി നമ്മൾ അരവിന്ദായി ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ നമ്മൾ പാരിവാക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂന്തമല്ലി എത്തി. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് സർവീസ് റോഡിൽ പോയിട്ട് നമുക്ക് റിംഗ് റോഡ് സർവീസ് റോഡിൽ കയറണം. അപ്പോൾ നമ്മൾ റിംഗ് റോഡ് സർവീസ് റോഡിൽ കയറി ബൈപ്പാസിലേക്ക് കയറുകയാണ്. ബൈപ്പാസിൽ ഒരു 5 കിലോമീറ്റർ നമുക്ക് ബൈപ്പാസ് കയറിയിട്ട് നമുക്ക് വീണ്ടും സർവീസ് റോഡിലിറങ്ങാം. ആ കാണുന്നത് കുട്ടറത്തൂർ പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സർവീസ് റോഡിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇറക്കേണ്ട സ്ഥലത്തേക്ക് അടുത്തെത്തി തുടങ്ങി നമ്മൾ.
അപ്പോൾ ഇനി ഇറക്കേണ്ട സ്ഥലത്തേക്ക് ആകെ ഒരു 1/2 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ലോഡൊക്കെ ഇറക്കി നമ്മൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് തിരുമുടിവാക്കം തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കമ്പനിയിലേക്ക്. അപ്പോൾ കമ്പനിയിൽ നിന്ന് നമുക്ക് ലോഡ് കയറ്റിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി നമ്മൾ സർവീസ് റോഡിലേക്ക് വന്ന് കയറി. ഇത് പോകേണ്ടത് പിള്ളവാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ട്രക്ക് ബേ ആണ്. അപ്പോൾ നേരെ കാണുന്ന അവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ ഇത് ഈ റൂട്ടിൽ തന്നെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. ഇവിടെ തന്നെയാണ് ശ്രീ സായി കോളേജ് ഉള്ളത്. കോളേജിൻ്റെ ബസ് തന്നെയാണത്. ഈ റൂട്ടിൽ ഏറ്റവും മനോഹരമായതാണ് ഈ 2 സൈഡും മരമുള്ളത്. അപ്പം നമ്മൾ ഇറക്കേണ്ട ലൊക്കേഷൻ്റെ ഏതാണ്ട് അടുത്തൊക്കെ എത്തി തുടങ്ങി. ഇപ്പം നമുക്കിത് കൊണ്ടുപോയി ഇറക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇറക്കേണ്ട സ്ഥലത്തൊക്കെ എത്തി, വണ്ടി ഇവിടെ ഇട്ടു. അപ്പോൾ ഗൈസ് നമുക്ക് അതൊക്കെ ഇറക്കി നമ്മൾ അടുത്ത ലോഡ് ഇവിടെ കയറ്റി നമ്മൾ പിള്ളവാക്കത്തിൽ നിന്ന് ഈ കാട്ട് താങ്കലിലേക്ക് കറക്റ്റ് നമ്മുടെ വീടിൻ്റെ ഏതാണ്ട് അടുത്തൊക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി കൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്പനിയിൽ നിന്ന് നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ജസ്റ്റ് ഒരു ഡൈ മാത്രമേ കയറ്റാറുള്ളൂ, അത് കൊണ്ട് തന്നെ നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ ലോഡൊക്കെ കയറ്റി നമുക്ക് ബില്ല് റിസീവായി നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഇത് തിരുമുടിവാക്കം ഏരിയ തന്നെയാണ്. ഓരോ മരപ്പൊട്ടന്മാർ. അപ്പോൾ നമ്മൾ തിരുമുടിവാക്കം പമ്മൽ റോട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. ഈ റോഡ് ഒരു 5 കിലോമീറ്ററിൽ ഭയങ്കര പോക്കാണ്. അപ്പോൾ നമ്മൾ പമ്മൽ വന്നു. പമ്മലിലെത്തി ഇനി പല്ലാവരം വരയ്ക്കും നല്ല തിരക്ക് തന്നെയായിരിക്കും ഗൈസ്. മെയിൻ റോഡിൽ കയറണമായിരിക്കും, താമ്പ്രം മെയിൻ റോഡിൽ കയറണമായിരിക്കും നല്ല തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ പല്ലാവരം എത്തി. കുറച്ചും കൂടിയും പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ കയറും. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ മെയിൻ റോഡിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് തിരക്ക് ഉണ്ടാവും, എന്നാൽ ഇത്ര തിരക്കുണ്ടാവില്ല, കൺജസ്റ്റഡ് അല്ല റോഡ്. അപ്പോൾ നമ്മൾ പല്ലാവരം എയർപോർട്ടിൻ്റെ അവിടെ എത്തി. ചെന്നൈ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് എയർപോർട്ടായിരുന്നു അത്. അപ്പോൾ നമ്മളിതേ കത്തിപ്പാറ ഫ്ലൈഓവറിൻ്റെ ഡൗണിലെത്തി. അപ്പോൾ ബ്രിഡ്ജിൻ്റെ താഴെയുള്ള സ്പേസിൽ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നതാണ് ഫുഡ് കോർട്ട്. ആ സ്ഥലം വേസ്റ്റ് ആവാതിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഘട്ടങ്ങളുടെ ബാക്ക് സൈഡിലെത്തി. ഇനിയിപ്പോൾ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 2 കിലോമീറ്ററും കൂടി ഉള്ളൂ. സോറി. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ലൊക്കേഷൻ്റെ അടുത്തൊക്കെ എത്താറായി. കമ്പനിയിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ കമ്പനിയുടെ ഉള്ളിൽ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്തോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്, ഡൈ എന്തൊക്കെ പരിപാടി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പിൻ്റെ ടൈമായി ഗായ്സ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. Guys, it's time to wind up. So hope you guys will enjoy the today's vlog. See you next vlog.